എനിക്ക് പറ്റുകയാണെങ്കിൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10-15 ദിവസം കൊണ്ട് എന്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ വർക്കുകൾ ഞാൻ ഒരു വർഷം കൊണ്ട് എടുത്ത വർക്കുകളുണ്ട്, അത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ മാഷോട് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ മോളെ വേണ്ടത് ചെയ്തുതരാം, മോള് ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം തന്നെ റഫീഖ് അവിടെ വരികയും കയ്യിൽ പൈസ തരികയും ചെയ്തപ്പോൾ എന്താ പറയാ, ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യം ഇത്രയും പെട്ടെന്ന് സാധിച്ചു എന്നൊരു വലിയൊരു സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും 15 ദിവസം കൊണ്ട് ആദ്യത്തിനെക്കാട്ടിയും ഉഷാറിൽ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു സ്ഥാപനത്തിലേക്ക് തിരിച്ച് എനിക്ക് സന്തോഷത്തോടെ കയറാൻ കഴിഞ്ഞതിനും ഒരുപാട് നന്ദി. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, രജി മിനിസ്റ്റർ, ഗോവിന്ദ മാഷ് പേയ്മെന്റിന്റെ കളക്ഷൻ വാങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് റഫീഖ് സാറ് തരുമ്പോൾ പൈസ രാത്രി കൊണ്ട് തരുമ്പോൾ എന്താ പറയാ, മനസ്സിൽ വാക്കുകൾ കൊണ്ട് ഒതുക്കാത്ത അത്രയും നന്ദിയുണ്ട്, ഇവരോട് കടപ്പാടുണ്ട്. മുഖാമുഖം എന്ന പരിപാടിയിലേക്ക് പാർട്ടിക്കാർ വന്ന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോയി ഒരു ചായ കുടിക്കാന്നുള്ള രീതിയിലായിരുന്നു ചെന്നത്. അപ്പൊ ചെന്ന് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2-3 ആൾക്കാർ കേരളത്തിൽ വയനാട് ജില്ലയിലെ ഓരോ മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒട്ടും മടിക്കാതെ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് എണീച്ചു നിന്ന്, സാറേ എനിക്ക് എൻ്റെ സംരംഭം കത്തിപ്പോയി, ഇവിടെ പറയുന്നതൊന്നും എൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല, ആ സംരംഭം തുടങ്ങാൻ എനിക്ക് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് സഹായിക്കുമോ എന്ന് ചോദിച്ചു വാക്കുകൾ അവസാനിക്കാൻ എനിക്ക് കഴിയാതെ നിന്നൊരു സമയത്ത്, മോളെ നീ കരയണ്ട, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരും, വിഷമിക്കേണ്ട പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദമാഷി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വ്യവസായ മന്ത്രിയെ വിളിച്ചിട്ടുണ്ട്, ഷംലക്ക് വേണ്ട സഹായങ്ങൾ എന്താ ചെയ്തരാ, നോക്കിപ്പോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എന്താ വേണ്ടേ ചോദിച്ചപ്പോൾ സാർ ഒരു 20 ലക്ഷം രൂപ തന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ 10 വർഷമായിട്ട് ഞാൻ കൊണ്ടുവന്ന ആ ഒരു സ്വപ്നം, എന്റെ സ്വപ്നം ശരിക്കും എന്റെ സ്വപ്നം തന്നെയാണിത്. ഓരോ ജില്ലയിൽ നിന്നും ജാതിഭേദമന്യേ ഇല്ലാതെയാണ് വർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിന്ന് പോയപ്പോൾ തുടർന്ന് എനിക്ക് അതൊരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നൊരു സ്റ്റേജിലേക്ക് വരെ മെന്റലി വന്നപ്പോൾ 1 മാസത്തോളം ഹോസ്പിറ്റൽ മാത്രമായിട്ട് എയർ ബാലൻസ് ഇല്ല, മെന്റലി എനിക്കിനി മുന്നോട്ട് ഒന്നും കഴിയില്ലെന്ന അവസ്ഥയിൽ നിന്ന ഒരു സമയത്താണ് എത്രയാ മോൾക്ക് വേണ്ടെന്ന് ചോദിച്ചു. 20 ലക്ഷം വേണം. അപ്പൊ ഞാൻ ബാങ്കായിട്ട് ഇടപെടുത്തിട്ട് വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് അതിലൊന്നും പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല, എനിക്ക് പറ്റുകയാണെങ്കിൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10-15 ദിവസം കൊണ്ട് എന്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ വർക്കുകൾ ഞാൻ ഒരു വർഷം കൊണ്ട് എടുത്ത വർക്കുകളുണ്ട്, അത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ മാഷോട് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ മോളെ വേണ്ടത് ചെയ്തുതരാം, മോള് ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം തന്നെ റഫീഖ് അവിടെ വരികയും കയ്യിൽ പൈസ തരികയും ചെയ്തപ്പോൾ എന്താ പറയാ, ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യം ഇത്രയും പെട്ടെന്ന് സാധിച്ചു എന്നൊരു വലിയൊരു സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും 15 ദിവസം കൊണ്ട് ആദ്യത്തിനെക്കാട്ടിയും ഉഷാറിൽ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു സ്ഥാപനത്തിലേക്ക് തിരിച്ച് എനിക്ക് സന്തോഷത്തോടെ കയറാൻ കഴിഞ്ഞതിനും ഒരുപാട് നന്ദി. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, രജി മിനിസ്റ്റർ, ഗോവിന്ദ മാഷ് പേയ്മെന്റിന്റെ കളക്ഷൻ വാങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് റഫീഖ് സാറ് തരുമ്പോൾ പൈസ രാത്രി കൊണ്ട് തരുമ്പോൾ എന്താ പറയാ, മനസ്സിൽ വാക്കുകൾ കൊണ്ട് ഒതുക്കാത്ത അത്രയും നന്ദിയുണ്ട്, ഇവരോട് കടപ്പാടുണ്ട്.